ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. എല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മ സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുകയും ജനത്തോട് പ്രവചിക്കുകയും ചെയ്ത അനേകം പ്രവാചകരെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കണ്ടെത്തുന്നുണ്ട്. ഇന്നും ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആശ്വാസം തേടി പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ വ്യക്തികളുടെ മുൻപിലേക്ക് നാം പോകാറുണ്ട്. എന്നാൽ നമ്മിൽ തന്നെയുള്ള പരിശുദ്ധാത്മ സ്നേഹത്തിനെ കണ്ടെത്തുവാനായി നാം ശ്രമിച്ചിട്ടുണ്ടോ? ഒരിക്കൽ വിശുദ്ധ ഫൗസ്റ്റീനായോട് ഈശോ ഇപ്രകാരം പറയുന്നുണ്ട്: വാചികമായ പ്രാർത്ഥനകളെക്കാൾ എൻ്റെ മുൻപിൽ നീ സ്വസ്ഥമായി കുറച്ചു നേരം ഇരുന്നാൽ എൻ്റെ ആത്മാവിനാൽ അഗാധമായ ജ്ഞാനം നിന്നിൽ നിറയ്ക്കുമെന്ന്. ഇന്ന് ബഹുമാനപ്പെട്ട സജിയത്തിനോടും ബഹ്റിൻ നേഴ്സസ് മിനിസ്ട്രി സഹോദരങ്ങളോടും ഒന്നുചേർന്ന് ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ നാം പങ്കുചേരുമ്പോൾ നമ്മുടെ ഹൃദയം അവിടുത്തെ തിരുമുൻപിൽ തുറന്നു വയ്ക്കാം. ഇനിയുള്ള നമ്മുടെ ജീവിതത്തിലെ ഓരോ കാൽവയ്പും പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിറയുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് പാടി സ്തുതിക്കുന്ന മാലാഖ വൃന്ദങ്ങളോട് ചേർന്ന് സകല വിശുദ്ധരോട് ചേർന്ന് നമുക്കും ദിവ്യകാരുണ്യ ഈശോയെ സ്തുതിച്ച് ആരാധിക്കാം. കർത്താവേ, അങ്ങ് പരിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ഏറ്റുപറയുന്നു. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് എളിമയുടെ മാതൃക നൽകിയ നല്ല നാഥനെ മനം തുറന്ന് അധരം തുറന്ന് നമുക്ക് ആരാധിക്കാം. ഈശോ കടന്നു വരുന്ന ഇടങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. ഈശോയുടെ സാന്നിധ്യം എവിടെയെല്ലാം ഉണ്ടായിരുന്നോ അവിടെയെല്ലാം അനുഗ്രഹവും ഉണ്ടായിരുന്നു. ആ ഒരു സാന്നിധ്യത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർത്തിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായവും ഉള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ എന്നരുളി ചെയ്ത ഈശോനാഥനെ ലോകമെമ്പാടുമുള്ള 2 കോടിയിലധികം വരുന്ന നഴ്സസിനോട് ചേർന്ന് ഇപ്പോൾ ശലോം ടിവിയിലൂടെ ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ സംബന്ധിക്കുന്ന ഓരോ ദൈവമക്കളോടും ചേർന്ന് കരങ്ങൾ ഉയർത്തി നമുക്കും സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവിന് മഹത്വം, യേശുവിന് മഹത്വം, യേശുവിന് ആരാധന. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ആരാധന. യേശുവേ നന്ദി. ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. ഈശോയോട് ചേർന്ന് നിന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു. ഈശോ കടന്നു വന്ന ഇടങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു. നാം എത്രയേറെ പാപം ചെയ്ത് അവിടെ നിന്ന് അകന്നു പോയാലും നമ്മെ മാറോട് ചേർക്കുന്ന
ഇരട്ടി സ്നേഹത്തോടെ നമ്മെ ചേർത്ത് പിടിക്കുന്ന സ്നേഹമാണ് അവിടുന്ന്. നിസ്സാരങ്ങളുടെ ദൈവം, അവിടുത്തെ തിരഞ്ഞെടുപ്പ് തന്നെ അപ്രകാരമായിരുന്നു. ബലഹീനരായവരെ അവൻ തിരഞ്ഞെടുത്തവരെ തൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാലെ നിറച്ചു ശക്തിപ്പെടുത്തി. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും എന്ന വചനം നമുക്ക് ഓർക്കാം. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടപ്പോൾ ശിഷ്യന്മാർ ശക്തിയുള്ളവരായി മാറി, അവർ ജ്വലിക്കുന്നവരായി മാറി. അപ്രകാരമുള്ള ഒരു പരിശുദ്ധാത്മ അഭിഷേകത്തിനായി ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലെ വിപരീത അനുഭവങ്ങളെ നന്മയായിട്ട് മാറ്റുവാൻ, പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യുവാൻ, നമ്മെ പരിശുദ്ധാത്മാവിനാലെ നിറച്ച് കൂടുതൽ ഉണർവുള്ളവരാക്കുവാൻ ദിവ്യകാരുണ്യ ഈശോ നമ്മെ വിളിക്കുന്നു. നമുക്കവിടുത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ പാടി ആരാധിക്കാം. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. സ്നേഹനാഥ, ആദര ശുശ്രൂഷ എന്ന വിശിഷ്ടമായ വിളിയിലേക്ക് ഞങ്ങളെ വിളിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. എത്ര മഹത്തരമായ വിളിയാണ് അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അവിടുത്തെ സൗഖ്യ ശുശ്രൂഷയിൽ ഞങ്ങളെയും പങ്കുകാരാക്കി നമുക്ക് നമ്മുടെ നല്ല നാഥനെ ആരാധിച്ച് മഹത്വപ്പെടുത്താം. ദിവ്യകാരുണ്യനാഥ, ഏറ്റവും പരിശുദ്ധനായി ഞങ്ങളോടൊപ്പം എഴുന്നള്ളിയിരിക്കുന്ന നാഥ, അങ്ങേ തിരുഹൃദയത്തിലേക്ക് ലോകമെമ്പാടുമുള്ള 2 കോടി നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. നാഥ, അങ്ങ് വചനത്തിലൂടെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ, എൻ്റെ പിതാവിനോട് അപേക്ഷിക്കുകയും എപ്പോഴും നിങ്ങളോടുകൂടി ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് തരികയും ചെയ്യും. യേശുവേ, അങ്ങയുടെ വാഗ്ദാനമായ സഹായകനായ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നാഥ, ഈ സൗഖ്യ ശുശ്രൂഷയിൽ അനാദി മുതലേ അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുത്തതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളേറ്റുപറയുന്നു, അങ്ങയുടെ പരിശുദ്ധമായ സ്നേഹത്തിൻ്റെ അടയാളമായ പരിശുദ്ധാത്മാവിനെ അങ്ങ് ഞങ്ങൾക്ക് തന്നതും ആ വലിയ സ്നേഹമാണ്. ദൈവത്തിൻ്റെ ആലയങ്ങളായ ഞങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് അവിടുത്തെ സൗഖ്യ ശുശ്രൂഷയിൽ എളിമയോടും വിനയത്തോടും കൂടി മറ്റുള്ളവരുമായി പങ്കുവെക്കുവാനും അങ്ങനെ ഓരോ നിമിഷവും വിശുദ്ധിയിൽ ജീവിക്കുവാനും അങ്ങയുടെ പ്രിയപ്പെട്ട ഓരോ നേഴ്സിനെയും അനുഗ്രഹിക്കണമെന്നും പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമെന്നും ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശൂന്യത നിറയുമി താഴ്വരയിൽ ജീവനില്ലാത്തയും ജീവിതത്തിൽ നീ വീശിടുക. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. ഓ സൗഖ്യദായകനായ പരിശുദ്ധാത്മാവേ, രോഗത്തിൻ്റെ വേദനയിൽ നിരാശരും അസ്വസ്ഥരും പ്രത്യാശയറ്റവരുമായി കഴിയുന്ന അങ്ങേ പ്രിയപ്പെട്ട മക്കളെ പ്രത്യേകമായി
രോഗികളായ എല്ലാ നഴ്സുമാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രഭാഷകൻ 2-ാം അധ്യായം 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലൂടെ അവിടുന്ന് നമ്മെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു: വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. ഈ ദൈവവചനത്തിൻ്റെ അനന്തശക്തിയാൽ, യേശുനാമത്തിൻ്റെ അത്ഭുത ശക്തിയാൽ ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ദിവ്യകാരുണ്യത്തിൽ നിന്നും ശക്തി പുറപ്പെട്ട് ഓരോ രോഗികളെയും സൗഖ്യപ്പെടുത്തുവാൻ കരുണയുണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവേ, സഹായകനും സൗഖ്യദായകനുമായ അങ്ങ് ശാരീരികവും മാനസികവുമായി വേദനിക്കുന്ന ഓരോ മക്കളിലേക്കും കടന്നു ചെന്ന് അവർക്ക് പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. കർത്താവെ, എന്നെ സൗഖ്യപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷിക്കപ്പെടും. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. ഈ ദൈവവചനത്തിൻ്റെ അനന്ത യോഗ്യതയാൽ രോഗികളായ ഓരോ മക്കളിലേക്കും കടന്നു ചെന്ന് പരിപൂർണ സൗഖ്യം നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വീണ്ടും ശക്തി നൽകുക, വീണ്ടും ഭക്തി നൽകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. വീണ്ടും ശക്തി നൽകുക, വീണ്ടും ഭക്തി നൽകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. ദിവ്യകാരുണ്യീശോയെ, അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായം 31-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു: കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയോട് ചേർത്ത് വെച്ച് എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ രക്ഷ നൽകുന്ന പരിശുദ്ധാത്മാവേ, രക്ഷയുടെ സന്തോഷത്താൽ എല്ലാ കുടുംബങ്ങളെയും നിറയ്ക്കണമേ. മാതാപിതാക്കളും മക്കളും പരസ്പര സ്നേഹത്തിൽ മുന്നേറുവാൻ, കൂടുമ്പോൾ ഇമ്പമുള്ള സ്വർഗീയിടങ്ങളായി മാറുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. മക്കളെക്കുറിച്ച് ആകുലരായി കഴിയുന്ന മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി മാധ്യമ സാധനങ്ങൾക്ക് അടിമകളായി കഴിയുന്ന കുഞ്ഞുങ്ങളെയും, തകർച്ചയിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളെയും, വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൻ്റെ അരൂപിയായ പരിശുദ്ധാത്മാവേ, കുടുംബങ്ങളെ വിശ്വാസത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. വിളവധികോ വേലക്കാരോ ചുരുക്കം, തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ എന്നരുളി ചെയ്ത സ്നേഹ ഈശോയെ, ധാരാളം ദൈവവിളികൾ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുവാൻ അനുഗ്രഹം ചൊരിയണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാവനാത്മാവേ, ദാഹങ്ങളേറെയുള്ള എൻ മനസ്സിൽ, മോഹങ്ങളേറെയുള്ള എൻ ഹൃദയത്തിൽ നിറഞ്ഞിടുക. വീണ്ടും സ്നേഹം നൽകുക, എന്റെ ദാഹം തീർക്കുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. 2 മക്കബായർ 8:18 ഇപ്രകാരം നാം കാണുന്നു: നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറ പറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. ഈ തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയോട് ചേർത്ത് പരിശുദ്ധ കത്തോലിക്ക തിരുസഭയെയും
സഭാമേലധ്യക്ഷനായ ഫ്രാൻസിസ് മാർപ്പാപ്പയെയും സകല അഭിഷിക്തരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പരിശുദ്ധാത്മാവിനെയും ജ്ഞാനത്തെയും ഉന്നതത്തിൽ നിന്ന് നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? സഭയെ പലവിധത്തിൽ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും വിടുതൽ ലഭിക്കുവാനും സകല അഭിഷിക്തരും പരിശുദ്ധാത്മാവിനാലെ നിറഞ്ഞ് ദൈവജനത്തെ നയിക്കുന്നവരായി തീരുവാനും ഞങ്ങൾ ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം നമുക്ക് ഓർക്കാം. നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുൻപിൽ വച്ച് കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യും. കർത്താവെ, യുദ്ധഭീതി മൂലം സമാധാനം നഷ്ടപ്പെട്ട എല്ലാ രാഷ്ട്രങ്ങളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുവചനത്തിൻ്റെ അനന്ത യോഗ്യതയാൽ ഓരോ ഇടങ്ങളിലും സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുവാൻ അവിടുത്തെ പരിശുദ്ധാത്മ നിറവ് നൽകി അനുഗ്രഹിക്കണമേ. സഭാ തനയരും പരിശുദ്ധ കത്തോലിക്ക തിരുസഭയും പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകത്താൽ നിറയപ്പെടുവാനായി ആഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പെന്തക്കോസ്താനാളിൽ കൊടുങ്കാറ്റിൻ വേഗത്തിൽ അഗ്നിജ്വാല പോലെ വന്ന പാവനാത്മാവേ, നിന്നിൽ വിശ്വസിക്കുന്ന ഈ സമൂഹത്തിൽ അനുഗ്രഹമഴയായി പെയ്തിറങ്ങണേ. പെന്തക്കോസ്താനാളിൽ കൊടുങ്കാറ്റിൻ വേഗത്തിൽ അഗ്നിജ്വാല പോലെ വന്ന പാവനാത്മാവേ, നിന്നിൽ വിശ്വസിക്കുന്ന ഈ സമൂഹത്തിൽ അനുഗ്രഹമഴയായി പെയ്തിറങ്ങണേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, സ്ലീഹന്മാരിൽ നിറഞ്ഞതുപോൽ അഭിഷേകം ചെയ്യണമേ. നിറയണമേ നിറയണമേ, കവിയണമേ കവിഞ്ഞൊഴുകണമേ. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവാകുന്ന സമ്പത്ത് വർഷിക്കുന്ന ദൈവമേ, ഞങ്ങൾ ഒന്നു ചേർന്ന് അങ്ങയെ സ്തുതിച്ചാരാധിക്കുന്നു. സ്നേഹനാഥനായ ദിവ്യകാരുണ്യേശോയെ, പാപികളും ബലഹീനരും അയോഗ്യരുമായ ഞങ്ങളെ ഓരോരുത്തരെയും പൂർണ്ണമായും അങ്ങേ കരങ്ങളിലേക്ക് വിട്ടു തന്നുകൊണ്ട് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ജീവനെയും ജീവിതത്തെയും ജീവിതത്തിലേക്ക് നാളിതുവരെ നൽകിയ സകല നന്മകളെയും ഞങ്ങളുടെ സ്വയം വിശുദ്ധീകരണത്തിനായി അവിടുന്ന് നൽകിയ കൊച്ചു കൊച്ചു സഹനങ്ങളെയും ചേർത്ത് വച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായ സകല നിയോഗങ്ങളും ആഗ്രഹങ്ങളും ദിവ്യകാരുണ്യനാഥൻ്റെ പക്കലേക്ക് സമർപ്പിച്ച് സാന്നിധ്യമായി സാമീപ്യമായി കൂടെ വസിക്കുന്ന നല്ല നാഥനെ ആരാധിച്ചുകൊണ്ട് ആശീർവാദത്തിനായി നമുക്കൊരുങ്ങാം. പരിശുദ്ധ പരമകാരുണ്യകനായ ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ ഈ വർഷങ്ങളിൽ അങ്ങ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ കൃപകളെയും ദാനങ്ങളെയും ഓർത്തുകൊണ്ട് നന്ദി പറയുന്നു. ജീസസ് മിനിസ്ട്രിയിലൂടെ കോടിക്കണക്കിന് ജനങ്ങൾക്ക് ആരോഗ്യവും ആയുസ്സും സൗഖ്യവും കൊടുത്ത് അനുഗ്രഹിക്കുന്നതിന് ഓർത്ത് ഈശോയെ നന്ദി പറയുന്നു. ഈ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ ഈശോയെ രോഗികൾക്ക് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ. സ്നേഹമില്ലാത്തടത്ത് സ്നേഹം നിറയ്ക്കണമേ. വേദനിക്കുന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസമായിരിക്കണമേ. പലതരത്തിലുള്ള സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോ കുടുംബങ്ങളെയും കൂടുതലായിട്ട് സഹിക്കുവാനായിട്ടുള്ള ആത്മീയ കൃപയാലും ശക്തിയാലും നിറച്ചനുഗ്രഹിക്കണമേ. ഈശോയെ, ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ ഒരു ദൗത്യം ജീവിതാവസാനം വരെ ഏറ്റവും വിശുദ്ധിയോടും പവിത്രതയോടും കൂടെ ശുശ്രൂഷയിലൂടെ കൊണ്ടുപോകുവാനായിട്ടുള്ള കൃപാവരം പരിശുദ്ധ കുർബാനയിലൂടെ തന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഈശോയെ, പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ അങ്ങേ അറിയാത്ത വ്യക്തികളുടെ മേൽ, അങ്ങേ അറിയാത്ത കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. അവരുടെ മേൽ ശാന്തിയും സമാധാനവും കൊടുത്ത് അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കണമേ. നിത്യം പിതാവും പുത്രനും
പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ഈ ദിവ്യകാരുണ്യ ആരാധനയിലൂടെ നമ്മിലേക്ക് വർഷിക്കപ്പെട്ട പരിശുദ്ധാത്മാ അഭിഷേകത്തിനായി നമുക്ക് നന്ദി പറയാം. ഇനിയുള്ള നമ്മുടെ ജീവിതം ദൈവാത്മാവിനാൽ നിറഞ്ഞതാകട്ടെ. സ്വർണമോ വെള്ളിയോ കയ്യിലില്ലാത്ത അപ്പസ്തോലന്മാർക്ക് യേശുനാമത്തിൽ രോഗശാന്തിക്കുള്ള ശക്തി നൽകിയ പരിശുദ്ധാത്മാ അഭിഷേകത്തിനായി കൊർന്നേലിയോസിൻ്റെ ഭവനത്തിൽ ഒന്നിച്ചുകൂടിയ വിജാതീയർക്ക് യേശുവിനെ പങ്കുവച്ചപ്പോൾ അവരിൽ നിറഞ്ഞ ദൈവാത്മാവിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരുടെയും ഹൃദയങ്ങളിലൂടെ, അവരുടെ കരങ്ങളിലൂടെ എല്ലാ രോഗികളും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരാകട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വരിയായി ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധയായി തീരട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.